വയനാട് ജില്ലയിലെ 3 സീറ്റും നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും. മാനന്തവാടിയിൽ സാധാരണ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഉണ്ടായ പ്രശ്നം കോൺഗ്രസിനകത്തുള്ള ചില പ്രയാസങ്ങളും മുന്നണി ഏകോപനത്തിലെ പ്രയാസങ്ങളുമൊക്കെ. അതിൽ പ്രധാന പങ്കാളിത്തം കോൺഗ്രസിനകത്തുള്ളതായ പ്രയാസങ്ങളായിരുന്നു. ഇത്തവണ ഉഷയുടെ ലാൻഡിങ്, സ്ഥാനാർത്ഥിയായിട്ടുള്ള ലാൻഡിങ് ഒരു വൈകാരികതയോടുകൂടി എന്തു വന്നാലും ജയിക്കണം എന്നുള്ള UDF പ്രവർത്തകരുടെയും അനുഭാവികളുടെയും പൊതുസമൂഹത്തിൻ്റെയും ഒരു വലിയ മൂവ്മെൻ്റായിരുന്നു. ആ മൊമെൻറ്റം അവസാനം വോട്ടിംഗ് ദിവസം വരെ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ UDFന് നല്ല രീതിയിൽ സാധിച്ചു. അത് വിജയത്തിൻ്റെ ഏറ്റവും ശുഭകരമായിട്ടുള്ള ലക്ഷണമാണ്. സാധാരണഗതിയിൽ തുടക്കത്തിലുണ്ടാകുന്ന മൊമെൻറ്റം അത് അവസാനം വരെ കീപ്പ് ചെയ്യുക എന്നുള്ളത് സാധിക്കാറില്ല, വലിയ ബുദ്ധിമുട്ട് അനുഭവം. പക്ഷെ മാനന്തവാടിയിൽ അവസാനം വരെ ആ മൊമെൻറ്റം കീപ്പ് ചെയ്യാനും ഏകോപിതമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും വിജയത്തിൻ്റെ രസതന്ത്രം മെനയാനും അവിടെ കൃത്യതയോടുകൂടി സാധിച്ചു. പക്ഷം പ്രയോഗിച്ച എല്ലാ കുൽസിത ശ്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ബത്തേരിയിലെ ഈ മുന്നേറ്റം എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടത്. 3 കൽപ്പറ്റ നിയോജകമണ്ഡലമാണ്. 2021 തെരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിംഗ് ദിവസം എനിക്ക് ഒരു ചെറിയ ഭയവും ആശങ്കയൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഞാനന്ന് കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. 2026 ആ ടെൻഷനും സ്വാഭാവികമായി കൗണ്ടിങ്ങിൻ്റെ ദിവസം സ്ഥാനാർത്ഥിക്കുണ്ടാകുന്ന ഒരു സാധാരണ ഗതിയിലുള്ളതായിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഹൃദയമിടിപ്പ്, താളത്തിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളതല്ലാതെ ഭയം അങ്ങനെയുള്ളതായിരിക്കുന്ന പ്രശ്നങ്ങളില്ലാതെയാണ് കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് ഞങ്ങളൊക്കെ പോവുക. കാരണം 5 വർഷക്കാലത്തെ കഠിനാധ്വാനവും UDFൻ്റെ ഏറ്റവും മെച്ചപ്പെട്ട ഏകോപിതമായ പ്രവർത്തനങ്ങളും പൊതുസമൂഹം ഇടതുപക്ഷ ഭരണത്തിന് മാറ്റം വേണം എന്നാഗ്രഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനം എല്ലാം തന്നെ അതിൽ നിന്ന് കടന്നു.